ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിന്റെ ഇനി ആഴ്ചയിലെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് കാണിച്ച പ്രൊമോ അല്ലായിരുന്നു, ആ പ്രൊമോയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്നലെ കാണിച്ച വീക്കെൻഡ് പ്രൊമോയിൽ. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഷാരിക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ചത്തെ പ്രൊമോയില്. ഇപ്പൊ കാണിച്ച പ്രൊമോയില് കാണിച്ചില്ല, പക്ഷെ വെള്ളിയാഴ്ചത്തെ പ്രൊമോ കാണിച്ചപ്പോ ആ ഒരു ഭാഗം കാണിച്ചായിരുന്നു കേട്ടോ. ബോധം വരുന്ന ഷാരിയുടെ അടുത്തേക്ക് സരയു പോയിരിക്കുന്നുണ്ട്. സരയുടെ അടുത്ത് ഷാരി പറയുന്നുണ്ട്, മോളെ നീ കിരണിനെ നേടാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കിരൺ നിന്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ അതിനേക്കാളും വലിയൊരു ഇത് നിനക്കിനി കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് കിരണിനെ കിട്ടുകയാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി. പക്ഷേ കിരണിനെ നേടാൻ വേണ്ടി നീ പലതും ചെയ്യുമ്പോൾ നീ സൂക്ഷിക്കണം മോളെ. അവർക്ക് എന്തെങ്കിലും സംശയം വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് പിന്നീട് കിരണിനെ ഒരിക്കലും കിട്ടില്ല എന്ന് പറയാണ്. അത് കേൾക്കണ സരയു പറയണ്ട, എനിക്ക് മനസ്സിലായമ്മേ, ഞാൻ ഒരു സംശയം വരാത്ത രീതിയിലാണ് ഇപ്പൊ ഓരോന്നൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ഷാരി പറയണ്ട്, ഇപ്പോ അവൻ പിൻവാതിലിൽ കൂടി കേറിയിട്ടാണല്ലോ കല്യാണിനെ കൊല്ലാൻ നോക്കിയത്. വാതിൽ തുറന്നിട്ടത് ഞാനാണ്. ഇനിയിപ്പോ ചന്ദ്രസേനവും കിരണൊക്കെ ആലോചിക്കണത് അവൻ വാതിൽ തല്ലി പൊളിക്കാതെ എങ്ങനെ അകത്ത് കയറിയെന്നായിരിക്കും. പിന്നെ CCTV അവരിപ്പോ നോക്കിയിട്ടുണ്ടാവും, അതും കേടായിരുന്നല്ലോ. അവർക്ക് സംശയം അവൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോ സരിയു പറയണ്ട്, അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ഇതുവരെ അവർക്ക് നമ്മളെ സംശയമില്ല. അമ്മയടുത്ത് തന്നെ ചോദിച്ചാലും അമ്മക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. കല്യാണി നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് റൂമിൽ നിന്ന് വന്നതെന്നും ആ സമയത്താണ് കുത്തുകൊണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. പോലീസുകാർക്ക് അമ്മ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ, പോലീസുകാർക്ക് ഞാൻ അതന്നെയാണ് പറഞ്ഞത്, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ സരിയു പറഞ്ഞെങ്കിൽ ഇനി ആര് വന്ന് ചോദിച്ചാൽ അമ്മ അത് തന്നെ പറഞ്ഞാൽ മതി, ഇനി മാറ്റി പറയാനൊന്നും നിക്കണ്ട. ഇല്ല മോളെ, ഞാൻ മാറ്റി പറയാൻ നിൽക്കൊന്നുമില്ല, എനിക്ക് എല്ലാത്തിലും വലുത് നീ തന്നെയാണ്. ഇത് കേൾക്കുന്ന സരിയു പറയണ്ടേ, എനിക്ക് മനസ്സിലായമ്മേ, എന്റെ പെറ്റമ്മേനെക്കാളും അമ്മയാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതെന്ന്. കാരണം എന്റെ പെറ്റമ്മക്ക് കല്യാണിനെ ദ്രോഹിക്കണമെന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അമ്മക്കൊരു കാര്യം അറിയാവോ, കഴിഞ്ഞ ദിവസം അവര് കല്യാണിക്ക് മെസ്സേജ് അയച്ചിരിക്കണം, മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. വിക്രം അവളെ കൊല്ലാൻ പോയ ദിവസം ഉണ്ടല്ലോ, ആ ദിവസവും അവരിതുപോലെ മെസ്സേജ് അയച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ കിരണും കല്യാണിയും ഇപ്പൊ വീട്ടിൽ മാറി മാറി കേറി നടക്കാണ്. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും വിഷമിച്ചിരിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് ഏത് നേരം എന്റെ പെറ്റമ്മയുണ്ടല്ലോ അവരോട് ചോദിച്ചു നടക്കുവാണ് എന്ന് പറയാണ്. ഷാരി പണ്ട് മോളെ എങ്കിലും സൂക്ഷിക്കണം, അവർക്ക് എവിടെയോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ചോദിക്കില്ലല്ലോ. അത് മാത്രമേ ആ രതീഷ് ഉണ്ടല്ലോ, അയാൾക്ക് എന്നെ എന്തൊക്കെയോ സംശയമുണ്ട്. അയാൾ എന്നെ ഒരു മാതിരിയാണ് ചോദ്യം ചെയ്യണത്. പക്ഷെ ബാക്കി ആർക്കും സംശയമൊന്നുമില്ല, കിരൺ ഒട്ടും സംശയമില്ല. എങ്കിലും മോളെ കുറച്ചു ദിവസത്തേക്ക് നീ ഇപ്പൊ കല്യാണിനെ കൊല്ലാൻ പോണ ആ ഒരു പ്ലാൻ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലമ്മേ, കല്യാണി കിരണിന്റെ കൂടെ ജീവിക്കുന്ന ഓരോരോ നിമിഷവും എനിക്ക് ചാവുന്ന പോലെ തോന്നുവാണ്. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോവാണ്. ഷാരി കുത്തുകൊണ്ട് കിടന്നെങ്കിലും സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അങ്ങനെ സരിയു നേരെ പോണത് രണ്ട് ഗുണ്ടകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഗുണ്ടകൾക്ക് വീണ്ടും പണം എറിഞ്ഞു കൊടുക്കാണ് സരിയു. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കല്യാണിയുടെ ഫോട്ടോ കാണിച്ച് പറയുന്നുണ്ട്, ഇവളെയാണ് കൊല്ലേണ്ടത്, ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ കൊല്ലണം. ഇതിനു മുമ്പ് ഒരുപാട് ഗുണ്ടകൾ ഇവളെ കൊല്ലാൻ നോക്കിയതാണ്. പക്ഷെ അന്നൊക്കെ ആ കുത്തുകൊണ്ടതൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഇനി സ്ഥാനം മാറരുത്, ആള് മാറരുത്, ഇവളെ തന്നെ കുത്തിക്കൊല്ലണം. മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇവളെ എപ്പ മരിച്ചെന്ന് മേഡം കൂട്ടിയാൽ മതി. അപ്പോ സരിയു പറയണ്ട, ഇതുപോലെ തന്നെയാണ് പല പല ഗുണ്ടകളും എന്നോട് പറഞ്ഞ് പണം മേടിച്ചത്. പണം പോയത് മാത്രം മെച്ചം, പണം പോയതിലും എനിക്ക് വിഷമമില്ല. പക്ഷെ ആഗ്രഹിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം. ആ ഗുണ്ടകൾ പറയണ്ട, മേഡം ഈ പ്രാവശ്യം അവൾ മരിച്ചിരിക്കും, ഞങ്ങളല്ലേ മേഡത്തിന് ഉറപ്പ് തരുന്നത്. സരിയു പറയണ്ട, അഥവാ നിങ്ങൾക്ക് അവളെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്നെ അങ്ങോട്ട് കൊന്നേക്ക്, അതായിരിക്കും ഇതിൽ നല്ലത്. കാരണം അത്രയും എനിക്ക് മനസ്സ് മടുത്തു. എത്ര വർഷമെന്നറിയാവോ ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി ഓരോരോ ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, എന്റെ അച്ഛൻ പോലും അവളെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ അവസാനം മരിച്ചത് എന്റെ അച്ഛൻ തന്നെയാണ്. എന്റെ അമ്മ അവളെ കൊല്ലാനായിട്ട് ആളെ സമയത്ത് എന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കൊല്ലാൻ വന്ന ആള് എന്റെ അമ്മേനെ കുത്തിയിട്ട് അവിടെ നിന്ന് പോയി. അമ്മ ഇപ്പൊ ഐസുന്ന് ഇപ്പൊ റൂമിലേക്ക് മാറിയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സ്ഥാനം തെറ്റരുത്, നിങ്ങൾ അവളെ കൊന്നിരിക്കണം എന്ന് പറയാണ്. ഇല്ല മേഡം, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, മേഡത്തിന് ഞങ്ങൾ വാക്ക് തരുവാണ്. മേഡം ഈ പണം തന്നില്ലേ, ഈ പണത്തിന് ഞങ്ങൾ കൂറ് കാണിച്ചിരിക്കും, അഥവാ അവളെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഈ പണം ഞങ്ങൾ മേഡത്തിന് തിരിച്ചു തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗുണ്ടകൾ അങ്ങോട്ട് പോകുവാട്ടോ. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രൊമോയിൽ കാണിച്ചത്. ഇനിയിപ്പോ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് സരിയും കല്യാണിയും മാത്രമായിട്ട് ഒരു സൈറ്റിലേക്ക് പോവാണ്. അത് കുറച്ച് ഒരു വലിയൊരു സൈറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് 4 നില ഒരു ബിൽഡിങ്ങിലേക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തുമ്പോഴേക്കും സരയും കല്യാണിയും കൂടി ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സരയു ഡിസൈൻ ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അത്. കല്യാണി പറയണ്ട, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് സരയോ, നീ ഇപ്പൊ ഓരോ ദിവസം കഴിയുന്നൊരു ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് സൂപ്പറാണ്, ഒരു രക്ഷയില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അത് നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. സരയും ഇങ്ങനെ കല്യാണിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലാണോ, ഇത് എങ്ങനെയാണ്, അത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവര് സരുവിന്റെ സ്വഭാവം മാറും. കല്യാണിനെ
സരയു വിചാരിക്കണം താൻ തന്നെ കൊന്നാലോ, എന്തിനാ ഗുണ്ടകൾക്ക് വേണ്ടി കാത്തിരിക്കണത്, അഥവാ ഇവിടുന്ന് നിലത്തേക്ക് വീഴുന്ന കല്യാണി മരിച്ച പിന്നെ ഗുണ്ടകളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവള് തനിയെ മരിച്ചു പോയത് അന്ന് നിലത്തേക്ക് വീണതെന്ന് പറയുകയും ചെയ്യാം. ഇവിടെ തലകറക്കം വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും വീണെന്ന് വിചാരിച്ചോളും എന്നൊക്കെ വിചാരിച്ചിട്ട് സരയു വേഗം കല്യാണിന്റെ അടുത്തേക്ക് പോവാണ്. കല്യാണി ഏറ്റവും തുമ്പത്ത് പോയി നിൽക്കുവാട്ടോ, അതായത് കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഏറ്റവും അറ്റത്ത് പോയി നിൽക്കുവാണ് കല്യാണി. ആ സമയത്ത് സരയു കല്യാണിന്റെ അടുത്തേക്ക് വരുവാണ് ഉന്തിടാനായിട്ട്. പതുക്കെ കൈ വെച്ചിട്ട് സരയു ഇങ്ങനെ തള്ളിയിടാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്കുമാണ് കല്യാണി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സരയു തൊട്ടു പിന്നാലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കല്യാണി മരിക്കൊന്നുമില്ല. പിന്നെ ഈ സരയുവിന് നല്ല സംശയം ഉണ്ടല്ലോ രതീഷിനെ മാത്രമല്ല, രതീഷ് പറഞ്ഞിട്ട് വേലുവിനും സരയുവിനോട് നല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്തായാലും കല്യാണിന്റെ പുറകിലുണ്ടാവും. കിരൺ ഇപ്പോ ഇല്ലെങ്കിൽ പോലും രതീഷും വേലും എന്തായാലും കല്യാണിന്റെ പുറകെ തന്നെ. കാരണം കല്യാണിക്ക് അപകടം ഒഴിഞ്ഞു മാറിയിട്ടില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ കല്യാണി പോകും എവിടെ പോയാലും അതിന് തൊട്ടു പിന്നാലെ ഇവരാരെങ്കിലും കല്യാണിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സരയുവിന്റെ പ്ലാൻ എന്തായാലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അത് നടക്കാതിരിക്കുമ്പോഴായിരിക്കും സരയു മിക്കവാറും മറ്റേ ഗുണ്ടകളെ കാണാൻ പോയി പൈസ കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും. അങ്ങനെ ഗുണ്ടകളും നമ്മുടെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ആരൊക്കെ കൊല്ലാൻ വേണ്ടി നോക്കിയാലും കല്യാണി മരിക്കാനൊന്നും പോകുന്നില്ല. അതേസമയം പ്രകാശനാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കുക കേട്ടോ. 14 ദിവസത്തെ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കാണ്. നവീൻ വക്കീൽ നേരിട്ട് തന്നെ വന്നിട്ടാണ് പ്രകാശന്റെ ആ ഒരു കേസ് എടുക്കുന്നത്. അപ്പോ നവീൻ വക്കീൽ കോടതിയിൽ വാദിക്കാൻ പോണത് വിക്രം തന്നെത്താനെ കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, മറ്റേ എതിർഭാഗം വക്കീൽ ചോദിക്കണേ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ കോടതി കൂടിയപ്പോ നിങ്ങൾ പറഞ്ഞതാണല്ലോ നിങ്ങളാണ് നിങ്ങളുടെ മകനെ കൊന്നേന്നുള്ളത്, അപ്പോ നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണം ചോദിക്കുമ്പോ പ്രകാശം പറയണ്ട, അത് ഞാൻ അപ്പത്തെ ആ ഒരു മാനസികാവസ്ഥ പറഞ്ഞു പോയതാണ്, ഞാനല്ല അവനെ കൊന്നത്, അവൻ തനിയെ കെട്ടിത്തൂങ്ങി എന്റെ മുമ്പിലാണ് അവൻ തന്നെത്താനെ തലക്കടിച്ച് അവൻ തന്നെത്താനെ കെട്ടിത്തൂങ്ങാൻ നിന്നത് എന്റെ മുമ്പിൽ തന്നെയാണ്, എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അപ്പോ അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു പോയതാണ്, ഞാനല്ല അവനെ കൊന്നെന്ന് പ്രകാശം പറയാണ്. അങ്ങനെ പ്രകാശം പറഞ്ഞത് കൊണ്ട് തന്നെ നവീൻ അതിൽ കയറി പിടിക്കുകയാണ്. നവീൻ പറയണ്ടേ, എന്റെ പ്രതി എന്ന് പറയുന്നത് 2 പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞ ഒരാളാണ്, ആരോഗ്യനിലവും അത്ര തൃപ്തികരമായിട്ടുള്ള ആരോഗ്യനില ഒന്നല്ല അയാൾക്ക്. അങ്ങനത്തെ ഒരാൾക്ക് ഒറ്റക്ക് വിക്രത്തിനെ പോലൊരാൾ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ പറ്റില്ല. ഇത് വെറും ഒരു പൊള്ളയായിട്ടുള്ള കേസാണ്. വിക്രം എന്ന് പറഞ്ഞത് പരോളിൽ ഇറങ്ങി തന്നെ അയാളുടെ പെങ്ങളുമാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കല്യാണി എന്ന് പറഞ്ഞ അയാളുടെ 3ാമത്തെ പെങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കായിട്ട് പോകുന്ന സമയത്താണ് പ്രകാശ് എന്ന് പറഞ്ഞ അച്ഛൻ അവിടെ എത്തുകയും ശേഷം ഈ ഒരു കാഴ്ച കാണുകയും ചെയ്തത്. എന്തായാലും പ്രകാശനല്ല വിക്രത്തിനെ കൊന്നിരിക്കണത് എന്നൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ സിഐയും ഇവരുടെ കൂടെ തന്നെ ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശിനെ അതായത് കോടതി വെറുതെ വിടുവാണ്. പ്രകാശിനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പ്രകാശിനെ വെറുതെ വിടാന്ന് പറയണം. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവട്ടെ. അപ്പൊ അങ്ങനെ കോടതി വിടുമ്പോ പ്രകാശൻ അങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടാതെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. പക്ഷെ മനോഹർ രക്ഷപ്പെടാൻ ഇനിയും താമസം എടുക്കും. പക്ഷെ പ്രകാശൻ രക്ഷപ്പെടുന്നു കേട്ടോ. വിക്രം തന്നെത്താനെ തൂങ്ങി മരിച്ചെന്നാണ് കോടതിയിൽ ആ ഒരു അവസാനത്തെ വിധി വരുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.